ഹായ്, നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് SEOക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. അതായത് യൂട്യൂബ് SEOക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ്. അതായത് യൂട്യൂബ് SEOക്ക് നമുക്ക് 1-2 ടൂൾ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് അതേപോലെ നമുക്ക് കീവേഡ് റിസർച്ചും അതേപോലെ തന്നെ നമ്മുടെ കണ്ടന്റ് ഐഡിയാസും അതേപോലെ എയുടെ സപ്പോർട്ട് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ടൂളിനെ കുറിച്ചാണ് ഈ വീഡിയോയിലായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അത് ഈ ടൂൾ എന്ന് പറയുന്നത് വിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂളാണ്. ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് കീവേഡ് ടൂൾസ് ഉണ്ട് ഇതിൽ ഒരുപാട്. അതായത് ഇപ്പം നിങ്ങൾ ഒരു കീവേഡ്, അതായത് നിങ്ങളെ ഒരു സർവീസ് അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന വീഡിയോ എന്തിനെ ബേസ് ചെയ്തിട്ടാണോ അതുമായി ബന്ധപ്പെട്ട ഒരു കീവേഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെർച്ച് ചെയ്തിട്ട് അതുമായിട്ട് ആളുകൾ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്നതും അതേപോലെ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളതും ഏറ്റവും കൂടുതൽ ഓഡിയോ ഉള്ളതും നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടൂളാണ്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് ഏത് രീതിക്കാന്നുള്ളതൊക്കെ എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. ഓക്കെ, അതിനായിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ഗൂഗിളിൽ കയറിയതിന് ശേഷം ഇവിടെ വിഡ് ഐക്കോൺ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫസ്റ്റ് തന്നെ ഒരു റിസൾട്ട് വരും, ഒരു വെബ് പേജ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. ആ ഒരു വെബ് പേജിൽ എന്ത് ചെയ്യുക, നിങ്ങൾ കയറിയതിന് ശേഷം ഇവിടെ നമുക്ക് ഇത് സൈനപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ സൈനപ്പ് ഫ്രീ എന്നുള്ളത് എന്ത് ചെയ്യുക വെച്ചാൽ നമ്മൾ സൈനപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് അങ്ങനെ സൈനപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നേരെ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ എന്ത് ചെയ്യും, ഡാഷ്ബോർഡിലേക്ക് പോകും. പിന്നെ നമുക്കിതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഫ്രീ എക്സ്റ്റൻഷൻ വരുന്നുണ്ട്, അതായത് ക്രോം എക്സ്റ്റൻഷൻ വരുന്നുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ എക്സ്റ്റൻഷൻ ആഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് യൂട്യൂബിൽ ഉപയോഗിക്കുന്ന കീവേഡ്സ് കാര്യങ്ങളും അതിൻ്റെ റാങ്കിങ് എങ്ങനെയാണത് ഓരോ ടോപ്പിക്കിനും ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള വോളിയം, പിന്നെ അതേപോലെ തന്നെ ഓരോ വീഡിയോ എത്ര ആളുകൾ കണ്ടു, അവർ ഉപയോഗിച്ചിട്ടുള്ള ടാഗ് കാര്യങ്ങൾ എല്ലാം നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അത് ഞാൻ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, നമ്മളിത് എന്താ പറയുക, ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ യൂട്യൂബിലേക്ക് പോവും. അതായത് ഇതിൻ്റെ ക്രോം എക്സ്റ്റൻഷൻ എന്ത് ചെയ്യണം, നമ്മൾ ക്രോമിലേക്ക് ആഡ് ചെയ്തിടണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഇവിടെ ഈ വീഡിയോ കാണുന്ന ആളുകളുടെ ഒരു വോളിയം എത്രത്തോളം ഉണ്ട്, അവർക്ക് എത്ര വ്യൂസ് വരുന്നുണ്ട്, അതായത് ഓരോ ഡേറ്റിൽ വന്ന വ്യൂസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കണ്ടോ സൈഡിലായിട്ട് കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ടൈറ്റിൽ അത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാണെങ്കിൽ ഇവിടെ നമ്മുടേതായിട്ടുള്ളൊരു കോഴ്സിനെ കുറിച്ച് സെർച്ച് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മലയാളം കോഴ്സ് നമ്മൾ എന്ത് ചെയ്ത് സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ നമുക്കിവിടെ കുറച്ചൊരു റിസൾട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റിസൾട്ട് അതിൻ്റെ ഒരു സെർച്ച് വോളിയം, അതായത് ഈ ഒരു കീവേഡിൻ്റെ ഒരു സെർച്ച് വോളിയംസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ ഇവിടെ കാണാം, അതായത് ഇതിന് ഒരു മീഡിയം കോമ്പറ്റീഷനാണ് ഉള്ളത്. അതായത് കോമ്പറ്റീഷൻ വളരെ കുറവ് വേണം ഒരു നല്ലൊരു കീവേഡ് എന്ന് പറയാൻ ഉണ്ടാവുക. പിന്നെ അതേപോലെ വോളിയം എന്ന് പറഞ്ഞാൽ 59 ലെവലാണ് വരുന്നത്. ഇവിടെ നമുക്ക് ആ ഒരു കീവേഡ് എന്താണെന്നുള്ളതുണ്ട്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഹയസ്റ്റ് വ്യൂവേഴ്സ് എത്രയാണെന്നുള്ളതുണ്ട്, ആവറേജ് വ്യൂസ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. അതായത് ഏകദേശം 6 മാസം മുന്നേ വരെയുള്ളതാണ് ഈ ആവറേജ് ഏജ് എന്നുള്ളത് കാണിക്കുന്നത്. ഓക്കെ, അതിലിവിടെ ടോപ്പ് ക്രിയേറ്റർ ഏതാണ് അത് കാണിക്കും. പിന്നെ അതേപോലെ തന്നെ നമുക്കിവിടെ താഴത്ത് കാണാനായിട്ട് പറ്റും ടോപ്പ് റിലേറ്റഡ് ഓപ്പർച്യൂണിറ്റീസ്. അതായത് ഈ ഒരു കീവേഡുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്തെന്ന് ഇവിടെ നമുക്ക് ഈ കാണിക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കീവേഡ് വെച്ചിട്ട് എന്ത് ചെയ്യുന്ന ആളുകൾ സെർച്ച് ചെയ്യുന്നുണ്ട് ഈ ഒരു രീതിക്ക്. അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് മലയാളം സാലറി എന്നുള്ള രീതിയിൽ ആളുകൾ സെർച്ച് ചെയ്യുന്നുണ്ട്. അതേപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഫ്രീ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ്, ഈ പറയുന്ന കീവേഡ്സിലൊക്കെ എന്തുണ്ട്, നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്. അപ്പോൾ നിങ്ങളെ നീഷ് എന്താണോ, നിങ്ങളെ ചാനലിൻ്റെ നീഷ് എന്താണോ അതനുസരിച്ചിട്ടുള്ള ഒരു കീവേഡ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനും സെലക്ട് ചെയ്യാനും ഇത് എന്ത് ചെയ്യും ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ അതേപോലെ തന്നെ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമുക്ക് കുറച്ച് ടാഗ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളതും അതും നമുക്ക് ഇതിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാനായിട്ട് സാധിക്കും. അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ എന്ത് ചെയ്യാം കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ഡാഷ്ബോർഡിലേക്ക് വരിക. അതായത് എന്താ പറയുക, യൂട്യൂബ് സ്റ്റുഡിയോയിലേക്ക് എന്ത് ചെയ്യുക, നമ്മൾ കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ ആ ഒരു എക്സ്റ്റൻഷൻ ആഡ് ചെയ്തത് ഇവിടെ നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ മുകളിലായിട്ട് നമുക്ക് നമ്മളെ ചാനലിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ അറിയാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ വീഡിയോസ് കണ്ടന്റ് ഒന്നും അപ്ലോഡ് ചെയ്യാത്ത ഒരു ചാനൽ ആയതിനും കൊണ്ടാണ് നമുക്ക് ഇപ്പോൾ ഡാറ്റാസ് ഒന്നും അവൈലബിൾ ആയിട്ട് ഇല്ലാത്തത്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നേരെ വന്നു കഴിഞ്ഞാൽ ഈ ഡെയിലി ഐഡിയാസ്, അതായത് ഡെയിലി
നമുക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഐഡിയാസ് നമുക്ക് എന്ത് ചെയ്യും ഇവിടെ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ കോമ്പറ്റീറ്റേഴ്സിനെ നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മൾ അതേ വീഡിയോസ് അല്ലെങ്കിൽ നമ്മൾ അതേ കാറ്റഗറിയിൽ പെടുന്ന വീഡിയോസ് ചെയ്യുന്ന നമ്മളെ കോമ്പറ്റീറ്റേഴ്സിനെ നമുക്കിവിടെ അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതേപോലെ ട്രെൻഡ് അലേർട്ട്, അതായത് ഓരോ സമയത്തും വരുന്ന പുതിയ ട്രെൻഡ് ഉണ്ടല്ലോ, അത് നമുക്കിവിടെ നോക്കാനായിട്ട് സാധിക്കും. പിന്നെ ചാനലിൻ്റെ ഓഡിറ്റ്, പിന്നെ അതേപോലെ കീവേഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കാണും. പിന്നെ അതേപോലെ തന്നെ അച്ചീവ്മെൻറ്റ്സ്, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് എത്ര വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ നിങ്ങൾക്ക് ലൈക്ക്, അതേപോലെ ഷെയർസ്, പിന്നെ അതേപോലെ ഇതിൽ മെയിനായിട്ട് നമുക്കാണെങ്കിൽ സബ്സ്ക്രൈബേഴ്സാണ്, പിന്നെ അതേപോലെ വ്യൂസും, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ഈ അച്ചീവ്മെൻറ്റ്സ് എന്നുള്ളിടത്ത് നമുക്കൊരു കാർഡ് ഉൾപ്പെടെ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ ഇപ്പോൾ ഈ ഡെയിലി ഐഡിയാസ് എന്നുള്ളതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വിഡ്ഐക്യൂലേക്ക് എന്ത് ചെയ്യും, റീഡയറക്റ്റ് ആവും. പിന്നെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ജസ്റ്റ് അതിന് വേണ്ടി ഒരു വീഡിയോ ഇവിടെ എന്ത് ചെയ്ത് നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യുന്ന രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇവിടെ കണ്ടില്ല, ഓട്ടോമാറ്റിക് നമുക്കിവിടെ ഒരു ടൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ താഴത്തായിട്ട് തന്നെ നമുക്ക് കുറച്ച് സജഷൻസ് വരുന്നുണ്ട്. അത് നമ്മൾ ഈ ഒരു ടൂൾ ഇതിലുള്ളതിനെയും കൊണ്ടാണ് കുറച്ച് സജഷൻസ് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ സജഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കീവേഡ് വെച്ചുമായി ബന്ധപ്പെട്ട ടൈറ്റിൽസ് നമുക്ക് എഐൻ്റെ സഹായത്തോടു കൂടി ഉണ്ടാക്കി തരുന്നതാണ് ഈ പറയുന്ന ടൈറ്റിൽ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അതേപോലെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനും അതേപോലെ നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇവിടെ നമുക്ക് സൈഡിലായിട്ട് കാണാനായിട്ട് പറ്റും SEO സ്കോർ. അതിപ്പോൾ 50 നമുക്ക് വേണ്ടത്, ഇപ്പോൾ ഇതിൽ 16 ഉള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇവിടെ പിന്നെ നമുക്ക് തംബ്നെയിൽ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ആ വേരിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ 3 വേരിഫിക്കേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ 2 വേരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ തംബ്നെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ, ആഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ഏതെങ്കിലും പ്ലേലിസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ജനറേറ്റ് ചെയ്തിട്ട് ഇവിടെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇവിടെ ഈ വീഡിയോ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണോ അതോ എല്ലാ ആളുകൾക്കും കാണാൻ പറ്റുന്ന രീതിയിലുള്ളതാണോ, അതിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതായത് നോ എന്നുള്ളത് സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള പ്രൊമോഷൻ കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ അതിവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ അൾട്രേഡ് കണ്ടന്റ്, അതായത് ഏതെങ്കിലും തരത്തിലുള്ള അൾട്രേഷൻ ഈ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് എന്താ പറയുക, കുറച്ച് ഇതിന് മുന്നേ ഉള്ള ഏതെങ്കിലും ഒരു കണ്ടന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എഡിറ്റ് കാര്യങ്ങൾ ചെയ്തിട്ട് ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഓപ്ഷൻ എന്ത് ചെയ്യുക, നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ നേരെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ടാഗ്സ് എന്ന് കാണും. ഇവിടെ കണ്ടോ, വിഡ്ഐക്യൂഡിൻ്റെ കീവേഡ് ഇൻസ്പെക്ടർ എന്നുള്ളത്, അത് എന്ത് ചെയ്യുക, അത് നിങ്ങൾ സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വിഡ്ക്യൂ ഡാഷ്ബോർഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. പിന്നെ അതല്ല, ഡയറക്റ്റ് ഇവിടെ തന്നെ നിങ്ങൾക്ക് എന്തുണ്ട്, കീവേഡ്സ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നാണെന്നുണ്ടെങ്കിൽ അതിവിടെ സെർച്ച് ചെയ്ത് കൊടുത്താൽ അതുമായി ബന്ധപ്പെട്ട കുറച്ച് റാങ്കിങ് കൂടിയിട്ടുള്ള കീവേഡ്സ് നമുക്കിവിടെ കാണിക്കും. അതിൽ എത്ര കോമ്പറ്റീഷൻ ഉണ്ട്, എത്ര ഓളിയോ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടുന്ന് നമുക്കിതിങ്ങനെ സെലക്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇത് ഇപ്പോൾ നോക്കിക്കോ, നമ്മളെ ഇവിടെ അതായത് നമ്മൾ ഈ ടാഗ് എന്നുള്ളിടത്ത് കണ്ടല്ലേ, അത് ഇവിടെ ആഡായി വരുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലെ കീവേഡ് റിസർച്ച് ചെയ്തിട്ട് നമ്മളിത് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ വരുന്നത് ഇവിടെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെയാണ്. വീഡിയോ റെക്കോർഡ് ഡേറ്റ്, അതേപോലെ വീഡിയോ ലാംഗ്വേജ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഈ വിഡ്ഐക്യൂവിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യാൻ നോക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട കുറച്ച് ബേസിക് കാര്യങ്ങളാണ്. അപ്പോൾ ഈ വിഡ്ഐക്യൂ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൂളിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യാണ്, നമ്മൾ അത് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളടുത്ത് ചോദിക്കാവുന്നതാണ്, നമ്മളെ കമൻറ്റ് വഴി അറിയിക്കാവുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, കീപ്പ് വാച്ചിങ്.